രക്തസാക്ഷി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ VS DC ഓഫീസിലേക്ക് എത്തുമ്പോൾ നമ്മൾ കേട്ട മുദ്രാവാക്യങ്ങൾ, ഇടിമുഴക്കം പോലെയുള്ള മുദ്രാവാക്യങ്ങൾ, കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം തുടങ്ങി നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ ഭൂമിയിൽ നശ്വരമാക്കും എന്ന് പറഞ്ഞു പോയ ഈ യുവജനത ആവർത്തിച്ച് VSന് വേണ്ടി ഇങ്ങനെ ഒരു മന്ത്രം പോലെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറെ വൈകി നിൽക്കുന്നു. പ്രകൃതി പോലും ഒരു വലിയ ഇടിമുഴക്കത്തോടുകൂടി ഒരു മഴ പെയ്തു തോന്നിയിരിക്കുന്നു. സമയം 3:39. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 6 മണിക്കൂർ വൈകിയാണ് ഇപ്പോൾ VSനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ പാർട്ടി നേതാക്കൾ സങ്കല്പിച്ചതിനും അപ്പുറത്തേക്കുള്ള അണമുറിയാത്ത ജനപ്രവാഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. കേരളത്തിൻ്റെ രണാങ്കണങ്ങളിൽ ആവേശം പകർത്തിയ ഒരു പോരാളിയാണ് നഷ്ടമാകുന്നത്. ആ പോരാളിക്ക് ഉചിതമാകുന്ന തരത്തിലുള്ള ഇടിമുഴക്കം പോലെയുള്ള മുദ്രാവാക്യങ്ങളാണ് VSനെ സ്നേഹിക്കുന്നവർ സ്വന്തം ഇടനെഞ്ചിൽ നിന്ന് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്, VSന് സമ്മാനിക്കുന്നത്. ഈ കാഴ്ചകൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഇതേപോലെ മനുഷ്യർ സ്നേഹിച്ചിരുന്നോ? എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം VSന്റെ രാഷ്ട്രീയമാണ്. VS എങ്ങനെയാണ് ജനങ്ങളെ സ്നേഹിച്ചത്? VSന് എപ്പോഴും പാർട്ടി താല്പര്യം തന്നെയായിരുന്നില്ലേ? സംഘടനയിലൂടെ ഈ മനുഷ്യരെ സ്നേഹിക്കാനും സമൂഹത്തെ കെട്ടിപ്പടുക്കാനുമുള്ള VSന്റെ പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ജനതയുടെ സർട്ടിഫിക്കറ്റാണ് ഈ ഇടനെഞ്ച് കലങ്ങിയുള്ള മുദ്രാവാക്യ വിളികൾ. പാവങ്ങളുടെ പടത്തലവനായി AKGയെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ പടത്തലവനും രാഷ്ട്രീയ നീതിബോധത്തിന്റെ കാവലാളുമായിരുന്ന VS അച്യുതാനന്ദന് കേരളം ഉചിതമായ യാത്രയൊക്കെ നൽകുകയാണ്. ഇത് ഈ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം അണപൊട്ടിയൊഴുകുന്ന ജനപ്രവാഹമാണ്. അവിടെ അവരുടെ ആവേശവും മുദ്രാവാക്യവും അങ്ങനെ മുഷ്ടിച്ചുരുട്ടി വാനോളം ഉയരുന്ന അവരുടെ ആ മുദ്രാവാക്യങ്ങളും VS അച്യുതാനന്ദനെ സംബന്ധിച്ച് ഇത് ചരിത്ര നിമിഷമായി മാറുകയാണ്. 102 വയസ്സ് പിന്നിടുന്ന 102ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ VS അച്യുതാനന്ദന് കേരളം കൊടുക്കുന്ന സ്മരണാഞ്ജലിയാണ്. അവർ കഴിഞ്ഞ 8 മണിക്കൂറായി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് തനിച്ചുകൂടിയിരുന്ന മനുഷ്യരാണ്. ആവേശമൊട്ടും കുറയാതെ അവർ കൂടുതൽ ഉറക്കെ ഉച്ചത്തിൽ അവരിങ്ങനെ മന്ത്രം പോലെ ഉരുട്ടുകൊണ്ടിരിക്കുന്നു. VSന് ആ സ്മരണകളിരുമ്പുന്ന VSനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ പറയുന്നു VSന്റെ ചരിത്രം വിപ്ലവത്തിന്റെ ചരിത്രമാണെന്ന് പറയുന്നു. അത് തമ്പ്രാൻ ഞെരടിയാൽ പോകുന്ന ചെമ്പനീർ പൂവിലെ പുഴുവല്ല വിപ്ലവമെന്ന് അവർ മുദ്രാവാക്യങ്ങളിലൂടെ പറയുന്നു. VS തൻ്റെ ചരിത്രം എഴുതുന്നത് ഈ ജനഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ VSനെ കണ്ടെത്താൻ, VSനെ ഒരു നോക്ക് കാണാൻ പുഴകൾ കടന്നും മലകൾ കടന്നും എത്തിയ മനുഷ്യർ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. മണിക്കൂർ ഘടികാരങ്ങൾ പോലും നിലയ്ക്കുന്നത് പോലെ തോന്നുന്ന സമയം. എല്ലാ സമയവും തെറ്റുന്നു, എല്ലാ ക്രമങ്ങളും താളം തെറ്റുന്നു. അപ്പോഴും VSനെ ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്ന മനുഷ്യർ ഇവിടെ വളരെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു. VS എത്തിയപ്പോൾ അണപൊട്ടുന്നു, ആവേശം അണപൊട്ടി അവർ ഒരു പുഴയായി ഒഴുകി വരുന്നു. ചില ഇടങ്ങളിൽ നിന്നെല്ലാം ചാലികൾ പോലെ മനുഷ്യരെത്തി. അവർ പിന്നീട് പുഴയായി മാറി. പുഴയായി തീർന്നവർ ചെറിയ സമുദ്രങ്ങളായി മാറി. ആ സമുദ്രങ്ങൾ പിന്നീട് ഒരു മഹാപ്രവാഹമായി മാറുന്ന കാഴ്ചയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ പറയാറുണ്ട്, കയറ് പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമര കഥ എന്ന്. അതേപോലെ ഒരു കഥ VSനുണ്ടായിരുന്നു. ആ കഥയുടെ അനുയായികളാണ്, ആ കഥ ഇഷ്ടപ്പെട്ടവരാണ്, ആ കഥ കാര്യമാണെന്ന് കരുതിയ മനുഷ്യരാണ് ഇപ്പോൾ VSനെ സ്നേഹിച്ചുകൊണ്ട് VSന് വേണ്ടി അവർ നെഞ്ചുപൊട്ടി ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. ഇങ്ങനെ DC ഓഫീസ് ഒരിക്കലും ഇത്തരമൊരു കാഴ്ച കണ്ടിരുന്നില്ല. VS ആദ്യം അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറുന്ന 1967 VS ആദ്യം പ്രതിപക്ഷ നേതാവാകുന്ന 1991 VS ആദ്യം മുഖ്യമന്ത്രിയാവുന്ന 2006 DC ഓഫീസിൽ ഇതേപോലെ ഒരു സ്വീകരണം VSന് കിട്ടിയിരുന്നില്ല. VSന് കിട്ടിയ സ്വീകരണം ഇപ്പോൾ അന്ത്യയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകരണമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചു പോകുന്നത് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ 4 ഭാഗത്തു നിന്നും മുഴങ്ങുന്നു. മറുഭാഗത്ത് ഈ DC ഓഫീസിന് പുറത്ത് ആ വളരെ ഒരു തുള്ളിക്കൊരു കുടം പോലെ പെയ്യുന്ന വലിയ മഴയുണ്ട്. ആ മുദ്രാവാക്യങ്ങൾക്ക് കനം വർദ്ധിക്കുന്നു, മൂർച്ച വർദ്ധിക്കുന്നു. VS എത്തുമ്പോഴുള്ള അതേ ശബ്ദത്തിലേക്ക് മഴയെ തോൽപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ഒച്ചയാണ് DC ഓഫീസിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രമേൽ മനുഷ്യരെ സ്നേഹിച്ചിരുന്നവർ, ഇത്രമേൽ ആവേശം ഉള്ളിലൊടുക്കിയ മനുഷ്യർ ഒരലകടലായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് DC ഓഫീസിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ എല്ലാം കൈകൾ ഇങ്ങനെ പൂരപ്പറമ്പിൽ താളം പിടിക്കുന്നത് പോലെയല്ല.
ആവേശത്തോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ തിരികെ ജീവനോടെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് അവർ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി അവരവരുടെ പോരാട്ടവീര്യം പുറത്തെടുക്കുകയാണ്. ഒരു പോരാളികളുടെ സമൂഹം കൊടുക്കുന്ന ഒരു യാത്രയെപ്പാണ്. നോക്കൂ, സിംഹഗർജനം പോലെയുള്ള മുദ്രാവാക്യങ്ങളാണ്. അതും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ പുന്നപ്രയുടെ മുത്തിന് വയലാറിന്റെ ചിന്താരകത്തിന് കേരളം കൊടുക്കുന്ന യാത്രാമൊഴിയാണ് ഇത്. കേരളത്തിൽ ഒരുപക്ഷെ ഇന്നേ വരെ ഒരു നേതാവിനും ഈ രീതിയിൽ ഈ അളവിൽ ലഭിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. ഇപ്പോൾ വീണ്ടും അറിയിപ്പുകൾ വരുന്നു. തുടർച്ചയായിട്ട് അറിയിപ്പുകൾ ഉണ്ടാവുന്നു. തുടർച്ചയായിട്ട് റെഡ് വോളണ്ടിയർമാർ പരീക്ഷിക്കപ്പെടുന്നു. അണപൊട്ടിയൊഴുകുന്ന പ്രവർത്തകരുടെ ആവേശത്തിൽ റെഡ് വോളണ്ടിയർമാർ അവരെ നിയന്ത്രിക്കാൻ നന്നേ പണിപ്പെടുന്നുണ്ട്. പോലീസിനും നന്നേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷേ അപ്പോഴും അവർ VS-നെ ഒരു മിന്നായം പോലെങ്കിലും കണ്ടേ മടങ്ങൂ എന്നാണ്. കാത്തിരിപ്പ് മണിക്കൂറുകളുടേതായിരുന്നു. പുലർച്ചെ 6 മണിക്കെത്തിയവർ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 44 മിനിറ്റായിരിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏറെ വൈകിയുള്ള പൊതുദർശനമാണ് നമ്മൾ കാണുന്നത്. 7 മണിക്കൂർ വൈകിയിട്ടും അവർ കാത്തുനിൽപ്പാണ്. അവർക്ക് VS-നെ ഒന്ന് കണ്ടാൽ മതി. ആ VS-ന്റെ മുഖത്ത് നോക്കി കണ്ണേ കരളെ VS എന്നൊന്ന് വിളിച്ചാൽ മതി. നെഞ്ചിലെ ചെന്താരകമേ എന്ന് ഉറക്കെ ഇടനെഞ്ച് കലങ്ങി ഒന്ന് വിളിച്ചാൽ മതി.